Hi learners, welcome to I+ Training Solutions. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ജൂൺ 2025 നെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാം, അതായത് ജൂൺ 2025 കൊമേഴ്സ് എക്സാം ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നമുക്ക് കട്ട് ഓഫ് ഹയസ്റ്റ് ആയിട്ട് വന്നതല്ലേ. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു കട്ട് ഓഫ് കമ്പാരിസൺ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു കട്ട് ഓഫ് കമ്പാരിസൺ ഒക്കെ നോക്കിയാൽ മനസ്സിലാകും, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ടുള്ള കട്ട് ഓഫുകൾ നോക്കുമ്പോൾ നെറ്റ് കൊമേഴ്സിന് JRF-ലേക്കുമൊക്കെയുള്ള കട്ട് ഓഫ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നൊരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ ജൂൺ 2025 ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് ഹയസ്റ്റ് ആയത് എന്നൊരു കാര്യവും നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ കണ്ടു കാണും. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റീസൺ മനസ്സിലാകും. കട്ട് ഓഫ് ഇത്രയും ഹയസ്റ്റ് ആയതിന്റെ ഒരു കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ മനസ്സിലാകും. മെജോറിറ്റി ക്വസ്റ്റ്യനുകളും സിമ്പിൾ ആയിരുന്നു അല്ലെ. മെജോറിറ്റി എല്ലാം സിമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, എത്ര പഠിച്ചു വെച്ചാലും നമുക്ക് ഒരു പരിധി വരെ അല്ലേ പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ചോദിക്കുന്നത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കി മെജോറിറ്റിയും എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി സിമ്പിൾ, കമ്പാരിറ്റീവ്ലി അല്ല, വളരെ ബേസിക് ആണ്, ഏറ്റവും ബേസ് ലെവൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെജോറിറ്റിയും ബേസിക് ടു മോഡറേറ്റ്, ബേസിക് ടു ഈസി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോഡറേറ്റ് ടു ഹാർഡ് ലെവലിലേക്ക് വരുന്നത് എണ്ണം വളരെ കുറവായിരുന്നു അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ നോക്കിക്കേ, ഇനിയിപ്പോ നിങ്ങൾ ഈ പ്രാവശ്യം കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരുന്നു, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ വരണമെന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന ഡിസംബർ 2025 നെറ്റ് എക്സാമിന് ചിലപ്പോ ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കരമായിട്ട് ടഫ് ആകാം. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് കുറയും അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആകുമ്പോഴാണ് പൊതുവേ കട്ട് ഓഫ് കൂടുന്നത്. അപ്പൊ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ സിമ്പിൾ ആകും, ചിലപ്പോൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാറുണ്ട്. നമ്മുടെ ജോലി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ which of the following requirement have to be satisfied in order that an assessee is entitled to claim deduction under section 91 for doubly taxed income? ഇൻകം ടാക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സെക്ഷൻ 91 ഡബിൾ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാ, സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാലും നമുക്ക് പഠിച്ചു വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതിനു മുന്നേ നമുക്ക് എന്താണ് ഈ സെക്ഷൻ 91 എന്നറിയാമോ? ഇൻകം ടാക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട യൂണിറ്റ് ആണ്. ഇൻകം ടാക്സിൽ നിന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലുള്ള ഒരു പ്രയോജനം എന്താണെന്നറിയാമോ? അതിന് പുറത്തുനിന്ന് ചോദ്യം ചോദിക്കില്ല, അതിനകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ സെക്ഷൻ 91 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡബിൾ ടാക്സേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏരിയ ആണല്ലേ. രണ്ട് കൺട്രീസ് തമ്മിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ലാത്ത സമയത്താണ് ഈ 91 ആപ്ലിക്കബിൾ ആകുന്നത്. എന്താ ഈ ഡബിൾ ടാക്സേഷൻ? ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെയിം ഇൻകത്തിന് രണ്ട് കൺട്രീസിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നതിനെയാണ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെ. സെയിം ഇൻകത്തിന് രണ്ട് കൺട്രിയിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, ദാറ്റ് ഈസ് ഡബിൾ ടാക്സേഷൻ. അപ്പൊ ഇങ്ങനെ ഒരേ ഇൻകത്തിന് രണ്ടിടത്ത് ടാക്സ് കൊടുക്കേണ്ടി വരാറുണ്ടോ? സാധാരണ അങ്ങനെയൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? നമുക്കറിയാം, കൺട്രീസ് സാധാരണഗതിയിൽ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യുന്നത് ഒന്നുകിൽ സോഴ്സ് ബേസിലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലും ആയിരിക്കും. ഓക്കെ, സോഴ്സ് ബേസിലും അതേപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലും ടാക്സ് ചാർജ് ചെയ്യാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണെങ്കിൽ നമ്മളിപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടിയാലും നമ്മൾ ഏത് രാജ്യത്തെ റെസിഡന്റ് ആണോ ആ രാജ്യത്താണ് നമ്മുടെ എല്ലാ ഇൻകത്തിനും ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അതാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലുള്ള ടാക്സേഷൻ. സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രാജ്യത്തു നിന്നുണ്ടാകുന്ന ഇൻകത്തിനെല്ലാം ആ രാജ്യത്ത് തന്നെ ടാക്സ് കൊടുക്കാനായിട്ട് പറയുന്ന ഒരു സിസ്റ്റമാണ് സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ റെസിഡൻഷ്യൽ ബേസ്ഡ് ടാക്സേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏത് ഇൻകവും ഇൻക്ലൂഡിങ് ഫോറിൻ ഇൻകം എനിക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് റെസിഡൻസ് ബേസ്ഡ് ടാക്സേഷന്റെ പ്രത്യേകത. ആ കൺട്രിയിലെ റെസിഡൻസിന് എവിടെ ഇൻകം ഉണ്ടായാലും അവർ ഏത് കൺട്രിയിലെ റെസിഡന്റ് ആണോ ആ കൺട്രിയിൽ അവർ ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നു. ഇനി സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ എന്താ?
ഈ വെദർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, ഈ ഒരു രാജ്യത്ത് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ ആ ഇൻകത്തിന് ആ രാജ്യത്ത് തന്നെ ടാക്സ് കൊടുക്കാനായിട്ട് പറയുന്ന ഒരു സിസ്റ്റം. ഇപ്പൊ യു എസ് ഒരു സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ യു എസിൽ ഉണ്ടാകുന്ന ഇൻകംസ് ഉണ്ടല്ലേ, ഇപ്പൊ യു എസിൽ നോൺ റെസിഡൻസിന് ഉൾപ്പെടെ എല്ലാവർക്കും ഇൻകം ഉണ്ടാകുന്നെങ്കിൽ ആ യു എസിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് യു എസിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് പറയുന്നു. ഇപ്പോൾ അതൊരു ഇന്ത്യൻ റെസിഡന്റ് ആണ് യു എസിൽ പോയിട്ട് അവർക്ക് ഇൻകം കിട്ടുന്നതെന്നിരിക്കട്ടെ, എന്നാലും സോഴ്സ് എവിടെയാണോ, ആ ഇൻകത്തിന്റെ സോഴ്സ് എവിടെയാണോ ആ രാജ്യത്ത് ആ ഒരു ഇൻകത്തിന് ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ. അപ്പൊ ഇങ്ങനെ വരുന്ന ഇപ്പൊ ഒരു രാജ്യം സോഴ്സ് ബേസ്ഡ് ടാക്സേഷനും ഒരു രാജ്യം റെസിഡൻഷ്യൽ ബേസ്ഡ് ടാക്സേഷനും ആണെങ്കിൽ അവിടെ ഡബിൾ ടാക്സേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ റെസിഡന്റ് ആണ്, എനിക്ക് യു എസിൽ ഒരു ഇൻകം കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക ഇന്ത്യ റെസിഡൻഷ്യൽ ബേസ്ഡിലും യു എസ് സോഴ്സ് ബേസുമാണ് ടാക്സ് ചാർജ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇന്ത്യൻ റെസിഡന്റ് ആണ്, എനിക്ക് യു എസിൽ എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. എനിക്ക് യു എസിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസ് നോക്കിയാൽ ഞാൻ ആ ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഇനി അതേ ഇൻകത്തിന് യു എസിൽ നിന്ന് അവരുടെ സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ നോക്കിയാലോ, ആ ഇൻകത്തിന് ഞാൻ യു എസിലും ടാക്സ് കൊടുക്കണം, കാരണം അതിന്റെ സോഴ്സ് യു എസ് ആണ്. അതുകൊണ്ട് സോഴ്സ് ബേസ് വരുമ്പോൾ യു എസിൽ ടാക്സ് കൊടുക്കണം. ഇനി ഇന്ത്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസ് ആണെങ്കിൽ ഞാനൊരു റെസിഡന്റ് ആണ്, ഇന്ത്യൻ റെസിഡന്റ് ആണ്, അപ്പോൾ എനിക്ക് ആ സെയിം ഇൻകത്തിന് ഇന്ത്യയിലും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഡബിൾ ടാക്സേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഡബിൾ ടാക്സേഷൻ. അപ്പൊ ഇങ്ങനെ ഡബിൾ ടാക്സേഷൻ ഉണ്ടായാൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെന്റുകൾ വെക്കും. അതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. നമുക്കിവിടെ സെക്ഷൻ 91 ആണ് പറയുന്നത്. അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല, രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലെങ്കിൽ അവിടെ ആ ഒരു പേഴ്സണിന് കിട്ടുന്ന റിലീഫാണ് സെക്ഷൻ 91. അപ്പൊ സെക്ഷൻ 91 പ്രകാരം റിലീഫ് കിട്ടണമെങ്കിൽ, അതായത് സെയിം ഇൻകത്തിന് രണ്ട് രാജ്യത്തെ ടാക്സ് കൊടുക്കേണ്ടി വന്നു, പക്ഷെ ആ രാജ്യങ്ങൾ തമ്മിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് ഒന്നുമില്ല, അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റിലീഫ് കിട്ടും. ആ റിലീഫ് കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതിന് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, അസസി മസ്റ്റ് ഹാവ് ബീൻ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ. ഇൻകം ഉണ്ടായ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിരിക്കണം എന്ന് പറയുന്നു. അതാണോ? അസസി മസ്റ്റ് ഹാവ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇൻ ദ റെലവന്റ് പ്രീവിയസ് ഇയർ അല്ലേ. അസസി റെസിഡന്റ് ആയിരിക്കണം. നമുക്ക് സെക്ഷൻ 91 പ്രകാരം ഡബിൾ ടാക്സേഷൻ റിലീഫ് കിട്ടണമെങ്കിൽ ആ അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇൻകം മസ്റ്റ് ഹാവ് ബീൻ അക്രൂഡ് ഓർ എറൈസൺ ടു ഹിം ഡ്യൂറിംഗ് ദാറ്റ് പ്രീവിയസ് ഇയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലായിരിക്കുമോ ആ ഒരു ഇൻകം എറൈസ് ചെയ്തത് ഇന്ത്യയിലായിരിക്കണോ എന്ന് പറയുന്നു. അങ്ങനെയാണോ വരുന്നത്? ഡബിൾ ടാക്സേഷന്റെ കേസിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ത്യക്ക് പുറത്തല്ലേ ആ ഇൻകം എറൈസ് ചെയ്യേണ്ടത്. സോ സി വരത്തില്ല. ഡി നോക്കിക്കേ, ഇൻകം മസ്റ്റ് ഹാവ് ബീൻ അക്രൂഡ് ഓർ എറൈസൺ ടു ഹിം ഡ്യൂറിംഗ് ദാറ്റ് പ്രീവിയസ് ഇയർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ ഔട്ട്സൈഡ്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറയുന്നത്? ഒന്ന്, അസസി ഇന്ത്യൻ റെസിഡന്റ് പ്രീവിയസ് ഇയറിൽ, അതായത് നമുക്ക് ആ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. ആ ഒരു ഇൻകം ഇന്ത്യക്ക് പുറത്ത് എറൈസ് ചെയ്ത ഇൻകം ആയിരിക്കണം. ദെൻ ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് ഇൻകം വിച്ച് അക്രൂഡ് ഓർ അറൗസ് ഔട്ട്സൈഡ് ഇന്ത്യ he must have paid by deduction or otherwise tax under the law in force in the country question. അതായത് നമ്മൾക്ക് ആ ഒരു ഇൻകത്തിന്, നമുക്ക് ഇന്ത്യയിൽ പുറത്ത് ഇൻകം ഉണ്ടാകണം നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഇന്ത്യക്ക് പുറത്ത് എറൈസ് ചെയ്ത ഇൻകത്തിന് നമ്മൾ ആ രാജ്യത്തും ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ, ആ രാജ്യത്തും അതിന് ടാക്സ് അടച്ചിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ടാക്സ് രണ്ട് രീതിയിലും ആകാം കേട്ടോ. അതായത് ഡിഡക്ഷൻ, അതായത് TDS ആയിട്ട് അവർ പിടിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ട് അടച്ചാലും മതി. രണ്ട് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഔട്ട്സൈഡ് മറ്റു രാജ്യം എവിടാണോ ആ രാജ്യത്ത് ആ ഒരു ഇൻകത്തിന് ടാക്സ് നമ്മൾ അടച്ചിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. അപ്പൊ എ വരത്തില്ല, കാരണം എ പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിരിക്കണം എന്നാ, അതല്ലല്ലോ വരുന്നത്. യെസ്, അപ്പോൾ ബി ആണ് വേണ്ടത്. ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം, പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ആ ഇൻകം ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന ഒരു ഇൻകം ആയിരിക്കണം. സോ എ ഡി ഇ ആണ് നമുക്കിതിന്റെ, സോറി എ അല്ല BDE, എ വരത്തില്ലല്ലോ, BDE ബി. യെസ്, BD ആൻഡ് ഇ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. BD ആൻഡ് ഇ എന്താണെന്ന് മനസ്സിലായല്ലോ.
നോക്കിക്കേ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സെക്ഷൻ 91 പ്രകാരം. യൂണിലാറ്ററൽ റിലീഫ് അത് ആ സെക്ഷനുകൾ ഓർത്തോണേ, നമുക്ക് എക്സാമിന് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യവും നെറ്റ് എക്സാമിന് ഈ പറയുന്ന ഡബിൾ ടാക്സേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ സെക്ഷൻ 91 യൂണിലാറ്ററൽ റിലീഫ് ആണ്. യൂണിലാറ്ററൽ റിലീഫ് എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല, അങ്ങനെയാണെങ്കിലാണ് സെക്ഷൻ 91 ആപ്ലിക്കബിൾ ആകുന്നത്. 91ന്റെ കണ്ടീഷൻസ് പറയുന്നത് എന്താ? ഇൻഡിവിജ്വൽ മസ്റ്റ് ബി എ റെസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ, ദെൻ income accrued or arisen and received in the country with no double taxation avoidance agreement with India. Tax must actually paid in that foreign country. ആ രാജ്യത്ത് നമ്മൾ ടാക്സ് കൊടുത്തിരിക്കണം അല്ലെ. ഇൻകം അറൈസ് ചെയ്ത രാജ്യത്ത് ടാക്സ് അടച്ചിരിക്കണം. അത് ബൈ ഡിഡക്ഷൻ TDS ആയിട്ടും അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഗവൺമെന്റിന് ആ രാജ്യത്തെ ഗവൺമെന്റ് അതോറിറ്റിക്ക് നേരിട്ട് കൊണ്ടടച്ചാലും മതി. ദെൻ ഇൻകം മസ്റ്റ് ഹാവ് ബീൻ സബ്ജക്ട് ടു ടാക്സ് ഇൻ ബോത്ത് ഇന്ത്യ ആൻഡ് ഫോറിൻ കൺട്രി. രണ്ട് രാജ്യത്തും ടാക്സബിൾ ആകുന്ന ഇൻകം ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബിൾ ടാക്സേഷൻ റിലീഫ് കിട്ടും. സെക്ഷൻ 91 പ്രകാരം റിലീഫ് കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ കമ്പനി ഹാസ് 10% 20 lakh ഡിബഞ്ചർ. എബിറ്റ് എന്ന് പറയുന്നത് 5 lakhും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 16%ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കണം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഏത് പോർഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണല്ലേ. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാ കണ്ടുപിടിക്കണ്ടേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് തരത്തിൽ. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കുന്നതും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിക്കുന്നതാ അല്ലേ. അതേപോലെ ഇതിന്റെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഈ എബിറ്റ് എന്ന് പറയുന്നത്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 5 lakh ഉണ്ട്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 20 ലക്ഷമാണെന്ന് പറയുന്നു. 20% ഡിബഞ്ചറാ. അപ്പോൾ 20% ഡിബഞ്ചർ ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഇൻട്രസ്റ്റ് 2 lakh വരും അല്ലേ. 20 ലക്ഷത്തിന്റെ 10%, ദാറ്റ് ഈസ് 2 lakh കിട്ടും. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് 16% ആണ് അവരുടെ റിട്ടേൺ. അതാണ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്. 16% ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ എന്താ? എബിറ്റ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ആണ് അല്ലെ. എബിറ്റ് ബൈ വി, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എബിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്, ഓൾറെഡി നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ട്, 5 ലക്ഷം തന്നിട്ടുണ്ട്. ഇനി വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കണം. ഫേമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ്, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് വാല്യൂ ഓഫ് ദ ഫേം. അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ഡെപ്റ്റ് നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ട്. ഡിബഞ്ചേഴ്സ് 20 ലക്ഷം എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് എത്ര ഉണ്ടെന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇക്വിറ്റി ഷെയർസ് എത്ര ഉണ്ടെന്ന് തന്നിട്ടില്ല. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണം അല്ലെ. നോക്കിക്കേ, നമുക്ക് ആദ്യം ഫേമിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഡിബഞ്ചേഴ്സ് പ്ലസ് ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആണ്. ഡെപ്റ്റ് ഉണ്ട് 20 lakh, ഇക്വിറ്റി കണ്ടുപിടിക്കണം. ഇപ്പൊ ഇക്വിറ്റി ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുന്നേ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നെറ്റ് ഇൻകം അറിയണം അല്ലെ. നെറ്റ് ഇൻകം ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകം എത്രയാണെന്ന് അറിയണം. അത് സിമ്പിളാ. എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ എബിറ്റ്. നമുക്കറിയാം എപ്പോഴും ആദ്യം ഡെപ്റ്റുകാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇക്വിറ്റിക്കാർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് മാറ്റിയാൽ ബാക്കി EBT കിട്ടും. EBT എന്ന് പറയുന്നതാണ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച്, എബിറ്റ് നമുക്ക് ഉണ്ട് 5 ലക്ഷം, ഇൻട്രസ്റ്റ് എത്ര? 20 ലക്ഷമാണ് ഡിബഞ്ചർ, 10% ഇൻട്രസ്റ്റ്. അപ്പോൾ 2 ലക്ഷം ഇൻട്രസ്റ്റ് വരും. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം പോയാൽ ബാക്കി 3 lakh ആണ് നമ്മുടെ EBT. ഇനി വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് ഇൻകം ബൈ
KE അല്ലേ. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം ഡിവൈഡഡ് ബൈ ക്യാപിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ഇവിടെ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഫേമിന്റെ വാല്യൂ. ഓക്കെ, ഫേമിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലേ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ഫേമിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇക്വിറ്റിയുടെ വാല്യൂവും ഡെപ്റ്റിന്റെ വാല്യൂവും വേണം. ഡെപ്റ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 20 ലക്ഷം ആണ് ഡിബഞ്ചേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് എത്രയാണ് എന്ന് തന്നിട്ടില്ല. ക്യാപിറ്റലൈസേഷൻ റേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. എന്താ ഈ ക്യാപിറ്റലൈസേഷൻ റേറ്റ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ ഒരു റിട്ടേൺ ഉണ്ടല്ലോ, ആ റിട്ടേൺ എന്ന് പറയുന്നത് അവരുടെ എത്രയാണോ ക്യാപിറ്റൽ എമൗണ്ട് അതിന്റെ 16% ഈ കിട്ടുന്ന റിട്ടേൺ. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാം. എങ്ങനെയാ? എബിറ്റ് നമ്മുടെ ഉണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് അങ്ങ് കുറച്ച് മാറ്റിയാൽ ബാക്കിയുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പോർഷനാണ് അല്ലെ. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് പോർഷൻ മാറ്റി കഴിഞ്ഞാൽ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തു, ബാക്കിയല്ലേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുള്ളൂ. അപ്പോൾ ആ ബാലൻസ് ഉണ്ടല്ലോ 3 lakh, അതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ ഈ 3 lakh എന്ന് പറയുന്നതാണ് നമ്മുടെ 16%. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ 16% ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ 3 lakh മീൻസ് അത് 16% ആണ്. അപ്പോൾ എത്രന്റെ 16%? നമ്മുടെ ടോട്ടൽ ഇക്വിറ്റിയുടെ 16%. അപ്പൊ ടോട്ടൽ ഇക്വിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്ന എത്രയോ ഒരു വാല്യൂ ഉണ്ട്, അതിന്റെ 16% 3 ലക്ഷം. അപ്പൊ 3 ലക്ഷം എന്ന് പറയുന്നത് 16% ആകുമ്പോൾ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതാണ് നമ്മുടെ ഇക്വിറ്റിയുടെ വാല്യൂ. സോ വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാൻ ഈ 3 lakh ഡിവൈഡ് ബൈ 0.16 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18,75,000 കിട്ടും. 18,75,000 അപ്പൊ ഇക്വിറ്റി കമ്പോണന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ 16% നമുക്ക് കിട്ടുന്ന 3 lakh. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ എന്ന് എടുത്തു പറഞ്ഞത്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, അപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഈ 3 ലക്ഷം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആ, അതായത് ആ 16% ഈ 3 ലക്ഷം. അങ്ങനെയാണെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. മൊത്തം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 3 lakh by 16% ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടും 18,75,000. അപ്പൊ നമുക്ക് ഇക്വിറ്റിയുടെ വാല്യൂവും കിട്ടി, ഡിബഞ്ചേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഫേമിന്റെ ടോട്ടൽ വാല്യൂ ഇനി എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് 18,75,000 പ്ലസ് 20 ലക്ഷം അല്ലെ, രണ്ടിന്റെയും വാല്യൂ കിട്ടി 38,75,000 ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. ഇനി നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി കണ്ടുപിടിക്കാം. എന്താ? എബിറ്റ് ബൈ വാല്യൂ ഓഫ് ദ ഫേം. എബിറ്റ് എത്രയാ? എബിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു 5 lakh ഡിവൈഡഡ് ബൈ ഫേമിന്റെ വാല്യൂ 38,75,000 അതല്ലേ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. 5 lakh ബൈ 38,75,000 ചെയ്യുമ്പോൾ നമുക്ക് 12.9% എന്നാണ് കിട്ടുന്നത് അല്ലെ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12.9% എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ നേരിട്ട് പഠിച്ചു വെച്ചേക്കുന്ന കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അതേ ഫോർമുല അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല വരുന്നത്. നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതേപോലെ കോസ്റ്റ് ഓഫ് ഡെറ്റിനും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കും ഒക്കെ പല 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 ഫോർമുലാസ് പഠിച്ചു വെക്കും. ആ ഫോർമുലാസ് തന്നെയാണ്, പക്ഷെ അത് നേരിട്ട് എടുത്തിട്ട് ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ നേരിട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ കാട്ടിലും കുറച്ചുകൂടി ഒന്ന് ട്രിക്കി ആയിട്ട് ഒന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യുന്ന പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ സിമ്പിൾ ആണ്, സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് 12.9% കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദി ഏരിയാസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇത് പിന്നെ വളരെ സിമ്പിൾ, നമ്മൾ ആ പറഞ്ഞ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. ഇതിൽ നിന്ന് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, മാക്രോ എക്കണോമിക്സ് ഏതൊക്കെയാ? സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ മാക്രോ എക്കണോമിക്സ്? ഏതൊക്കെ വരും? നാഷണൽ ഇൻകം, ബാലൻസ് ഓഫ് പേയ്മെന്റ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആ അല്ലേ. ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയും ബിഹേവിയർ ഓഫ് ഫേമും അത് മാക്രോ എക്കണോമിക് ആണോ? അതൊക്കെ ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലേ, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ, അതേപോലെ ബിഹേവിയർ ഓഫ് ഫേമിന്റെ ബിഹേവിയേഴ്സ്, ഇതൊക്കെ മൈക്രോ ഫാക്ടേഴ്സ് അല്ലേ. മാക്രോ എക്കണോമിക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലാർജ് ലെവലില് അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ട് വരുന്നതാണ് അല്ലെ. എല്ലാവരെയും കൂടെ എല്ലാവരെയും കളക്റ്റീവ്ലി അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യുന്ന, ഒരുപാട് ആളുകളെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് അല്ലേ മാക്രോ എക്കണോമിക്. മൈക്രോ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നോക്കിക്കേ, നാഷണൽ ഇൻകം, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാക്രോ ഫാക്ടേഴ്സാ.
ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയും ബിഹേവിയർ ഓഫ് ഫേമും ഒക്കെ മൈക്രോ ഫാക്ടേഴ്സിലല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് അറിയാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ വരും മാക്രോ എക്കണോമിക്സിൽ? എ ബി ആൻഡ് സി ഓൺലി അല്ലെ, എ ബി ആൻഡ് സി ഓൺലി. സോ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ദി എക്കണോമി ആസ് എ വോൾ അല്ലെ, നമ്മളത് പഠിച്ചിട്ടുള്ളതാ. സ്റ്റഡി ദി എക്കണോമി ആസ് എ ഹോൾ. ദെൻ GDP, ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ്, ഇതെല്ലാം എവിടെയാ വരുന്നത്? ഇതെല്ലാം മാക്രോ എക്കണോമിക്സിൽ വരും അല്ലെ. നാഷണൽ ഇൻകം, ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി വരത്തില്ല, ബിഹേവിയർ ഓഫ് ഫേമും വരത്തില്ല. അതൊക്കെ മൈക്രോ ലെവലാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് നമ്മുടെ എക്കണോമിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ, എക്കണോമിക്സിൽ നിന്നുമുള്ള ചോദ്യമാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഈ മാച്ച് ദി ഫോളോയിങ് ഒക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റും. എക്കണോമിക്സിലൊക്കെ നമ്മൾ ഓരോന്നിന്റെയും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താന്നൊക്കെ. ഓക്കെ, നമുക്ക് പറഞ്ഞു പോകാം. ദെൻ ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതിൽ ഏത് വരും? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ, Q, ക്വാണ്ടിറ്റി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ABC, ഇതൊക്കെ ഇൻപുട്ടുകളാണ്. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ചെയ്താൽ മതി, ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും അല്ലെ. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് n മൈനസ് 1 ആണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ. കേസ് ദ ഫംഗ്ഷൻ ഓഫ് KL, ഇതൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലും ഒക്കെ കോപ്പ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, അതൊക്കെ പഠിച്ചോണം, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏത് വരും? കറക്റ്റ് മാച്ച് ഓപ്ഷൻ 4 ആണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമുക്ക് പറയാം. Q is the function of ABC, ഇതൊക്കെ ഇൻപുട്ടുകളാണ് അല്ലേ. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ. പ്രത്യേകം ഓർത്ത് വെക്കുക, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ. ഒരു അഡീഷണൽ ഇൻപുട്ട് നമ്മൾ ഇടുമ്പോൾ അതിന് കിട്ടുന്ന അഡീഷണൽ ഔട്ട്പുട്ടുകളാണ് എന്ത്? ഒരു ഇൻപുട്ടിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ അത് പ്രത്യേകം പഠിച്ചോണം. വേരിയബിൾ ഫാക്ടർ, ഒരു വേരിയബിൾ ഫാക്ടർ ഇടുമ്പോൾ ഒരു വേരിയബിൾ ഫാക്ടറിന് നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് കിട്ടുന്നത്, ദാറ്റ് ഈസ് ആവറേജ് പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ നമ്പർ ഓഫ് വേരിയബിൾ ഔട്ട്പുട്ട്സ് ആണ് അതിന്റെ ഫോർമുല വരുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്ട്രാ ഔട്ട്പുട്ട് അല്ലെ, എക്സ്ട്രാ ഔട്ട്പുട്ട് ഫ്രം 1 more യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. ഒരു അഡീഷണൽ യൂണിറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ഔട്ട്പുട്ടുകളാണ് എന്ത്? മാർജിനൽ എന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോ മാർജിനൽ പ്രൊഡക്റ്റ് ആണെങ്കിലും മാർജിനൽ കോസ്റ്റ് ആണെങ്കിലും എല്ലാ ഭാഗത്തും മാർജിനൽ എന്ന് കേട്ടാൽ തന്നെ ഓർത്തോണം, ഒരു എക്സ്ട്രാ ഇടുമ്പോൾ കിട്ടുന്ന അഡീഷണലുകളാണ് ഈ മാർജിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ ഇടുമ്പോൾ, ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എന്താ? നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഏത് ഏരിയയിലും മാർജിനൽ എന്ന് കേട്ടാൽ ചിന്തിച്ചോണം, നമ്മളൊരു എക്സ്ട്രാ കമ്പോണന്റ് ഇടുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ടുകളാണ് മാർജിനൽ. ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിൽ പറയുന്നത് എന്താ? ഔട്ട്പുട്ട് ഇൻക്രീസ് ഇൻ ദി സെയിം പ്രപ്പോർഷൻ ആസ് ഇൻപുട്ട്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ കോപ്പ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൊക്കെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? നമ്മൾ എത്രയാണോ ഇൻപുട്ട് കൂട്ടുന്നത് ആ സെയിം ലെവലിൽ തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റേജസ് ഓഫ് അഡോപ്ഷൻ പ്രോസസ് ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗുമായിട്ട് കൺസ്യൂമർ ബിഹേവിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ അഡോപ്ഷൻ പ്രോസസ്സിനെ കറക്റ്റ് ഓർഡറിലേക്ക് റീ അറേഞ്ച് ചെയ്യണം. അഡോപ്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റുകൾ നമുക്കറിയാം, നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഒറ്റയടിക്ക് നേരിട്ട് ചെന്നങ്ങ് വാങ്ങുമല്ല,
അതിനൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ, അതൊരു പ്രൊസീജിയറിൽ കൂടിയാണ് നമ്മളൊരു പ്രൊഡക്റ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയൊക്കെയുള്ള സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു അഡോപ്ഷൻ പ്രോസസ്സാണ്. അതിനെ കറക്റ്റ് ഓർഡറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഇൻട്രസ്റ്റ്, അവയർനെസ്, ട്രയൽ, ഇവാലുവേഷൻ, അഡോപ്ഷൻ. ഇത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് മാർക്കറ്റിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ സ്വന്തം റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. പഠിച്ചില്ലെങ്കിലും ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. അവയർനെസ്, ഇൻട്രസ്റ്റ്, അവയർനെസ്, ട്രയൽ, ഇവാലുവേഷൻ, അഡോപ്ഷൻ. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ ആദ്യം ഏതാ വരുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണെന്നറിയാമോ? നമ്മൾക്ക് ആദ്യം ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു അവയർനെസ് അല്ലേ കിട്ടുന്നത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ അതിനെപ്പറ്റി അവെയർ ആകുകയാണ് ചെയ്യുന്നത് അല്ലെ, അവയർനെസ് ആണ് കിട്ടുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ അവയർനെസ്, ദെൻ എന്താണ്, ഇൻട്രസ്റ്റ് അല്ലേ, നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞു, അതാണ് അവയർനെസ്. അതിനുശേഷം നമുക്ക് ആ പ്രൊഡക്റ്റ് ട്രയൽ ചെയ്താൽ കൊള്ളാമെന്നൊരു ഇൻട്രസ്റ്റ് നമുക്ക് വരും ആ പ്രൊഡക്റ്റിനോട്. ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ട്രയൽ ചെയ്യുന്നത്. ട്രയലിന് ശേഷമാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെ, പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ അതിന്റെ ഓർഡർ വരുന്നത്? BADCE ആണ്. BADCE എന്തൊക്കെയാ നോക്കിക്കേ. അവയർനെസ്, കൺസ്യൂമർ ഫസ്റ്റ് ബിക്കം അവെയർ ഓഫ് ദി പ്രൊഡക്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി സെർച്ച് ചെയ്യും, ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യും. ദെൻ ഇവാലുവേഷൻ ആണ്, മെന്റലി അസസ് വെദർ ഇറ്റ് ഈസ് വർത്ത്, നമ്മൾക്കത് വേണോ അല്ലെങ്കിൽ അത് വാങ്ങുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിനെ ട്രയൽ ചെയ്യുന്നു അല്ലെ, ട്രയൽ ചെയ്യും. ദെൻ ഫൈനലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ട്രയലിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. ഇനി ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.